ഹായ് ആർമി, ഒരുപാടായില്ലേടാ നമ്മൾ കണ്ടിട്ട്. അപ്പം നമ്മൾ വൺ ഷോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ബട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ ഒരു പ്രാവശ്യം അടിച്ചു പോയതുകൊണ്ട് അത് വീണ്ടും സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫോണിൽ ഓവർലോഡ് താങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ വൺ ഷോട്ട് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. ഞാൻ ഒരുപാട് ദിവസമായി ഇതിന് പുറകെ ഇങ്ങനെ നടക്കുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് എപ്പിയായിട്ട് തന്നെ ഈ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങളാരും തിരിച്ചൊരു റിപ്ലൈയും തന്നിട്ടില്ല. എപ്പിസോഡായിട്ട് തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണെങ്കിൽ സ്റ്റോറി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിലോട്ട് സേവ് ചെയ്യാൻ നേരത്ത് ഞാൻ മുന്നേ കയറ്റി വെച്ച എല്ലാ ക്ലിപ്സും ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ കളഞ്ഞാലും പകുതിയെ കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പിസോഡായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോറിയിലോട്ട് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ സ്റ്റോറിയിലോട്ട് പോകാം. తెరచినది నిద్దురలో మగత మరిచి ఉదయించినదా కులుకులుకు చెలి మొదటి కళ. കഴിഞ്ഞില്ലടി നിന് ജോലിയൊന്നും. രാവിലെ കയറിയതാണല്ലോ ഇങ്ങോട്ട്. കഴിഞ്ഞല്ലോ ഇളയമ്മ. ഓ, അപ്പോ ഉച്ചയ്ക്കും രാത്രിക്കുള്ളത് ഉണ്ടാക്കിയെന്ന് സാരം. അയ്യോ ഇല്ല, ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഓ, കഴിക്കാൻ വല്ലത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കും, വേഗം വേണം. ഇന്ന് ഇഡലി സാമ്പാറാണോ? വേറെ ഒന്നും അവൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അവളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ, നമ്മൾ പറയുന്നൊന്നും അവൾ അനുസരിക്കത്തില്ല. എവിടെയാണ് ശൂലം പിടിച്ചവള്? ഇങ്ങോട്ട് വിളിക്കും. ഡി സിദ്ധി, സിദ്ധി. എന്താ വല്യമ്മ? ഇതെന്താടി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന? എടി, അടുക്കളയിൽ എത്ര സാധനം ഇരിപ്പുണ്ട്, നിനക്കിത് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ? വല്യമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഞാനത് ഉണ്ടാക്കിയത്. ഇഷ്ടമാന്ന് വിചാരിച്ചിട്ട് എന്നും നീ ഇതുണ്ടാക്കി തന്നെ ഞങ്ങൾ എങ്ങ് കൊല്ലോ നീ? ആ, അവൾ അതിനും മടിക്കില്ലേ അമ്മ. ഇവിടെ എങ്ങനെ മോയിക്കൊണ്ട് നിൽക്കാണ്ട് അപ്പുറത്തോട്ട് പോയി വല്ല പണിയെടുക്കടി. ഓ, വിശക്കണല്ലോ ഈശ്വരാ, എന്തേലും ഉണ്ടാക്കി കഴിച്ചാലോ? വേണ്ട, അവര് വഴക്ക് അറിയും. വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ നീ? ആ ഇളയമ്മ. ആ, എന്റെ മോനെന്ന് വരുന്നുണ്ട്, അവന് കഴിക്കാൻ പറ്റുന്നതാണ് നീ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ നിനക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നാമ്പുറത്തോട്ട് വാ. എന്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അതെല്ലാം നീ അലക്കണം. ഡി, നിന്റെ അടുത്ത് എന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ, കേട്ടോ നീ? ഓഹോ, അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കരുത് കേട്ടോ. എത്ര
പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സാധനം. എന്തിനാടി നിന്ന് കിടന്ന് മൂങ്ങുന്നേ? നിന്റെ കണ്ണീര് കാണാനായിട്ട് ആരുമില്ല. ആ ചാവാൻ കിടക്കുന്ന തള്ളയല്ലാണ്ട് തന്തിനും തള്ളിനെ കൊന്നിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ബാക്കിയുള്ളവരുടെ തലയില നിന്റെ കാര്യങ്ങൾ കിടക്കുന്ന. മടുത്തു. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ടടി. സിദ്ദിഖ, നിനക്ക് ഈ കിച്ചണിൽ നിന്ന് ഒരു മോചനം ഉണ്ടായിട്ടില്ലേ സിദ്ദിഖ? എന്തിനാ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലടി എന്റെ കൂടെ വരാൻ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാന്ന്. ആ മഹിയേട്ട മാറി, എനിക്ക് പോണം. മാറി മഹിയേട്ട. അങ്ങനെ അങ്ങ് പോകാനാണോടി ഞാൻ ഇങ്ങോട്ട് വന്നത്? എനിക്ക് വേണം നിന്നെ. ഡി, ഞാൻ എടുത്തോളാം നിന്നെ. വെയിറ്റ് ചെയ്തു മടുത്തു. ഇവൻ ഇന്ന് വരുമോ? വരുന്നുണ്ട്. അബി, നീ എന്താടാ ഇവിടെ? അമ്മ നിന്നെ ഒരുപാട് തവണ കോൾ ചെയ്തു. നീ എന്താ എടുക്കാൻ? നീ ഭയങ്കര ബിസിയാടാ. എങ്ങനെ എടുക്കാനാ? അതിരിക്കട്ടെ, നിങ്ങൾ ഫാമിലി ആയിട്ട് ഇന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ടോ? ആ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നാട്ടിലോട്ട് പോകുന്നുണ്ട്. നീ വരുന്നോ? ഏയ്, ഞാനൊന്നുമില്ല. നിങ്ങളെല്ലാവരും പോയിട്ട് വാ. അതെന്താടാ, ഞാൻ വിളിച്ചാൽ ഇപ്പൊ നിനക്ക് വരാനും പറ്റില്ലേ? അതുകൊണ്ടൊന്നല്ലടാ, ഞാൻ വരുമൊക്കെ ചെയ്യാം. നീ ഹെയർ കട്ട് ചെയ്യും, എന്നാ ഞാൻ വരാം. പറ്റില്ല അല്ലേ? എന്നാ നിങ്ങളൊക്കെ പോയിട്ട് വാ. ആര് പറഞ്ഞു? നീ കൂടെ വരാൻ വേണ്ടി റെഡി ആയിക്കോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പഴകം തോറും ഭംഗി കൂടുന്ന ഐറ്റം അത് അമ്മയുടെ തറവാട് തന്നെയാ. അതങ്ങനെയല്ലേ വരൂ. എത്ര തലമുറയുടെ തറവാടാണ്. അമ്മയുടെ തറവാട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ നമ്മൾ ഇന്ന് തറവാടിലോട്ട് കയറില്ല. അത് ശരിയാടാ. അല്ലു, ഓ, ഇനി ഞാൻ കയറാം. അതോട്ട് കയറാൻ കഴിയണ്ട. വാ എല്ലാവരും. ആ, കയറി വാ. ഇരിക്കെല്ലാവരും. ചെറിയമ്മേ, പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടി വരുവാണല്ലോ. ഒന്ന് പോയിടി പെണ്ണെ. അജു, കൂടെ വന്നിരിക്കുന്നത് ആരാ മോനു? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭിജിത്ത്. അബി എന്നാ വിളിക്കാറ്. ഹായ് ആൻറ്റി. ആഹാ, ഇവിടെ നല്ല കരിക്കും വെള്ളമുണ്ട്. ചെറിയമ്മ എടുത്തിട്ട് വരാം. ഗീതാ കുട്ടിയെ പറ്റി അന്വേഷിച്ചെന്നല്ലേ പറഞ്ഞേ? കുട്ടി എങ്ങനെയാ? ആടെ മിടിക്കുക, ഒരു പാവം കുട്ടി. പക്ഷെ ആ വീട്ടിലുള്ളവര് ഫാമിലി ഒന്നും നമ്മൾ നോക്കുന്നില്ല. നല്ല അടക്കം ഒതുക്കുള്ള ഒരു കുട്ടിയായാൽ മതി. അതെ, അജു അങ്ങനെയല്ലേ പറഞ്ഞേ. അവന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട് ഷോപ്പെടുത്തി. ഓ, ഇതാണെന്നെയാണ്. എവിടെ കാണിക്ക്. കണ്ടിട്ട് നമ്മുടെ കുട്ടിക്ക് ചേരുമെന്നാ തോന്നുന്നേ. നീ ഇത് അജുവിനെ ചെന്ന് കാണിക്ക. എന്നിട്ട് നാളെ തന്നെ പോവാന്ന് പറ. മൂന്ന് പേരും ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ മക്കളെ? വന്ന് കഴിക്കേ. അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു അമ്മ. അജു, അമ്മക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എനിക്കും കേൾക്കണം. അമ്മ പറഞ്ഞു. അജു, ചെറിയമ്മ ഇവിടെ ഒരു കുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്നാ പറയുന്നേ. ഒന്ന് പോയേ അമ്മ, എനിക്കൊന്നും വയ്യ. ഇത് നടക്കത്തില്ല. നീ അങ്ങനെ പറയല്ലടാ. കുട്ടിയെ നീ കണ്ടില്ലല്ലോ. കണ്ട നീ ഇങ്ങനെയൊന്നും പറയില്ല. നീ ഒന്ന് കണ്ടു നോക്ക്. അമ്മ കുട്ടിയുടെ ഫോട്ടോ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് നന്നായിട്ട് ഇഷ്ടമാവും. എവിടെ? നോക്കട്ടെ, എന്റെ ഏട്ടത്തിയമ്മയുടെ ഫോട്ടോ. എനിക്ക് പൊന്നല്ലു, ഒന്ന് വേറെ തരുന്നേ. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അവളുടെ ഒരു തമാശ. നീ പോയേ. അഭിമോനെ, ഇവിടൊന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോയേനി.
ഇല്ല, എനിക്ക് ഇവനടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അത് ഞാൻ നോക്കിക്കോളാം അമ്മ. മോന്റെ വിവാഹം ഇത്രയും നേരത്തെയാക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയാലോ നിനക്ക്. ജോത്സ്യര് പറഞ്ഞതല്ലേ ഈ മാസത്തിനുള്ളിൽ വിവാഹം കഴിയണമെന്ന്. ഇല്ലേച്ചാ കല്യാണം നടക്കില്ല, നല്ലൊരു കുട്ടിയെ കിട്ടേയില്ല. ബാംഗ്ലൂരിൽ നിന്ന് കുട്ടികളെ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മോനല്ലേ പറഞ്ഞ വേണ്ട, നല്ല നാടൻ പെൺകുട്ടികളെ മതിയെന്ന്. അതുകൊണ്ടാ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഏത് നേരത്ത് പറയാൻ തോന്നി എൻ്റെ ഈശ്വര. അമ്മ എന്തായാലും ഫോട്ടോ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. മോൻ നോക്കിയിട്ട് അഭിപ്രായം പറ. നിനക്ക് ഇഷ്ടമായെങ്കിൽ നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാന്നാ ഡാഡി പറയുന്നത്. എന്തായാലും മോൻ നോക്ക്, അമ്മ താഴേക്ക് പോവാ. അവിടെ എന്തായാലും അതുപോലത്തെ പെമ്പിളാരുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോ എനിക്ക് തന്നെ ഭാരയാണല്ലോ ഈശ്വര. അമ്മ അയച്ചതല്ലേ, ഒന്ന് നോക്കിയേക്കാം. മക്കളെ വേഗം ചെന്ന് റെഡിയാവ്. 11 മണിക്ക് അങ്ങോട്ട് എത്തിക്കോളാന്നാ പറഞ്ഞിരിക്കുന്നത്. ചെല്ലേ. ഓക്കെ അമ്മ. മോളെ അതൊക്കെ മതി, നീ ചെന്ന് റെഡിയായേ. എങ്ങോട്ടാ മുത്തശ്ശി? നമ്മൾ ഇന്ന് എങ്ങോട്ടും പോകുന്നുണ്ടോ? നമ്മളല്ല, മോളെ കാണാൻ ഇങ്ങോട്ടാ വരുന്നേ. നിന്റെ കുട്ടി വേഗം ചെന്ന് ഒരുങ്ങിയിട്ട് വാ. അവര് കുട്ടിയെ കാണുമ്പോ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിക്കണം. എന്തിനാ മുത്തശ്ശി, അതൊന്നും നടക്കൂല. അങ്ങനെ പറയല്ലേ എന്റെ കുട്ടിയെ. നിനക്ക് ഇവിടെ കിടന്ന് നരിക്കണം എന്നാണോ ആഗ്രഹം? മുത്തശ്ശിക്ക് നല്ല ഉറപ്പുണ്ട് അവര് വന്നു കണ്ട നിന്റെ കുട്ടിക്കും ഇഷ്ടാവും അവർക്കും ഇഷ്ടാവും. നിന്റെ കുട്ടി ഇവിടുന്ന് പൊയ്ക്കോ. ഇവിടെ നിന്നാ മുത്തശ്ശിക്ക് പോലും എന്റെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റൂല. മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് ഇത് നടക്കുമെന്ന്. ആ വരൂ, എല്ലാവരും ഇരിക്കൂ കേട്ടോ. ഗീതാമ്മേ ഇരിക്കൂ. വാവ്, ഇതാണ് എന്റെ ഏട്ടത്തി, സുന്ദരിയാട്ടോ. അയ്യോ ഞാനല്ല, ഞാൻ ആളെ വിളിക്കാവേ. എന്റെ പൊന്നലൂസേ, നീ പിക്ക് കണ്ടതല്ലേ, പിന്നെ എന്തിനാ കുട്ടിയെടുത്ത് അങ്ങനെ ചോദിച്ചേ? എപ്പൊ കണ്ടു? ഞാൻ കണ്ടൊന്നുമില്ല. അമ്മ എന്നപ്പോഴേക്കും ഓടിച്ചു വിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ കാണാനാ? ആഹാ, മോള് വന്നല്ലോ. ഹായ് ഏട്ടത്തി, ഞാൻ അജേട്ടന്റെ പെങ്ങളാ. അല്ലൊന്ന് വിളിച്ചാ മതി. ഇവിടെ മുതിർന്നവരായിട്ട് ആരുമില്ലേ മോളെ? ഉണ്ട് ആന്റി, മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി കിടക്ക. ആ, മുത്തശ്ശിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാ നമുക്ക് അങ്ങോട്ട് ചെന്ന് കാണാം. ആ വരൂ. എന്നാ പിന്നെ നമ്മൾ വരുമ്പോഴേക്കും മക്കളെ ചെന്ന് സംസാരിക്കട്ടെ ചേട്ടാ. ആ അതെ, നിങ്ങൾ ചെന്ന് സംസാരിച്ചിട്ട് വാ മക്കളെ. ചെല്ലടാ. പോയിട്ട് വാ സിദ്ധി. ഹായ്, ഐ എം ആർജിത്ത്. എൻ്റെ പേരാ പറഞ്ഞ. ഞാൻ സ്വാതിക കൃഷ്ണ. ഓ, സ്വാതിക കൃഷ്ണ ആണല്ലേ പേര്. ഉം. താൻ പഠിക്കുവാണോ അതോ എന്തേലും വർക്ക്? അയ്യോ, ഞാൻ പഠിക്കുന്നൊന്നുമില്ല, വെറുതെ വീട്ടില്. തൻ്റെ പേരൻസൊക്കെ? അമ്മ, അച്ഛൻ, അവരൊക്കെ എവിടെ? അവര്, എനിക്ക് മുത്തശ്ശിയുണ്ട്, പിന്നെ വല്യമ്മി ഇളയമ്മി അവരുടെ മക്കളും ഉണ്ട്. എൻ്റെ ഫാമിലിയെ താൻ കണ്ടല്ലോ. പിന്നെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ടാ. ഉം. പിന്നെ തനിക്കെന്നെ ഇഷ്ടമായോ? ഇഷ്ടമായില്ലെങ്കിൽ പറയാട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടായിട്ടുണ്ട്. എന്നാ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞോട്ടെ തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമാണെന്ന്. അത് അവര് സമ്മതിക്കുമെന്ന് അറിയില്ല. ആരാ അവര്? എനിക്ക് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട്,
പക്ഷെ വല്യമ്മി ഇളയമ്മി ഒന്നും സമ്മതിക്കത്തില്ല. അവരുടെ സമ്മതം എന്തിനാ താൻ നോക്കുന്നേ? തനിക്കെന്നെ ഇഷ്ടമാണോ? ഉം, എന്നാ താൻ പേടിക്കണ്ട, തന്നെ കൊണ്ടേ ഞാൻ പോവൂ. വാ. ഉം. മുത്തശ്ശി, ആ മക്കള് വന്നല്ലോ. ആ വാ മക്കളെ. എന്തായി, തീരുമാനിച്ചു വാച്ചു? എനിക്കൊക്കെ അമ്മ. മോൾക്കോ? പറഞ്ഞോടാ, മോളുടെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പോലെ ഒന്നും ആവില്ല അവിടെ കേട്ടോ. മോള് മോന്റെ അടുത്ത് സംസാരിച്ചില്ലേ? അമ്മയോട് പറ എന്താ തീരുമാനം. ഇഷ്ടാണ്. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോടി. അവളെ ഇവിടെ ഇളക്കിക്കൊണ്ടു പോകാന്ന് വിചാരിക്കണ്ട, നടക്കില്ല. വല്യമ്മേ, മിണ്ടലടി, മിണ്ടരുത്. ഇക്കാര്യത്തിൽ ആരും ഇവിടെ തീരുമാനം എടുക്കണ്ട. ഇത്രയും കാലം നിങ്ങൾ തീരുമാനം എടുത്തതാ എന്റെ കുട്ടി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന. ഇനി നിങ്ങളുടെ വേലപ്പണി എടുക്കാനും നിങ്ങളുടെ വായിന്ന് വരുന്ന കേൾക്കാനും എന്റെ കുട്ടി ഉണ്ടാവില്ല. പൊക്കോ, പോ രണ്ടും ഇവിടുന്ന്. കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു നേരം ആ കുട്ടിയെ വെറുതെ വിടത്തില്ല. അതും ഇതും പറഞ്ഞ് ആ കുട്ടിയെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. തിരിച്ചു വല്ലതും പറയാനോ എണീച്ചു പോയി ആ കുട്ടിയെ ആശ്വസിപ്പിക്കാനോ എനിക്ക് പറ്റുമോ? ഈ കിടപ്പ് തുടങ്ങിയിട്ട് 4-5 മാസമായി. അമ്മ വിഷമിക്കണ്ട, ഇനിയിപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേ. ഞങ്ങള് നോക്കിക്കോളാം, സ്വന്തം മോളെ പോലെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ബായ് ഏട്ടത്തി, നമുക്ക് കാണാട്ടോ. എന്താലോചിച്ച് നിൽക്കുവാടി ഇവിടെ? ഒന്നും ആലോചിച്ചിട്ടില്ല ഇളയമ്മേ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. എന്ത് വന്നവനെ ആലോചിച്ച് നിൽക്കുമായിരിക്കും അല്ലെ? ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. പക്ഷേ നീ ഈ വീടിന്റെ പടി വിട്ട് പോവില്ല. ഡി, ഇന്നേതോ ഒരു തെണ്ടി നിന്നെ കാണാമെന്നോ ഞാൻ അറിഞ്ഞു. സമ്മതിച്ചോടി നീ അതിന്? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, സമ്മതിച്ചോ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കേട്ടില്ലെന്നെങ്കിൽ നീ തീരും മോളെ. ഓ